ഇനി കള്ളാടി മണ്ണിടിച്ചിലിൽ മന്ത്രിമാർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദത്തെ തള്ളി മന്ത്രി AP അനിൽകുമാർ രംഗത്ത് വന്നു. മന്ത്രിമാർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, ആരെയും പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിട്ടില്ല എന്നും മന്ത്രി. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് പോകുന്നത്. ഗവൺമെന്റിന് ഒരേ സ്വരം ഉള്ളതിനകത്ത് ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ആകെ 8 പേരാണ് ഉണ്ടായിരുന്നത്. 6 പേരെ കണ്ടെത്തി, ബാക്കി 2 പേരെ കൂടി കണ്ടെത്തുക. അപ്പോൾ അതിലാണ് ഫോക്കസ് കൊടുക്കുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട അപകടത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് ഒരേ ശബ്ദമാണ്. അക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊന്നുമില്ല. ആരാണ് അങ്ങനെ പറഞ്ഞത്, എന്താണ് വ്യത്യസ്ത അഭിപ്രായം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവിടെ പ്രത്യേകിച്ച് ചുമതല മുമ്പേ കൊടുത്തിരുന്നു. അവരോടെല്ലാം വെരിഫൈ ചെയ്തു. എല്ലായിടത്തും കാര്യങ്ങൾ എത്തിയെന്നാണ് പറഞ്ഞത്. എങ്കിലും തർക്കത്തിനില്ല. എന്ത് ചെറിയ വിമർശനം ഉണ്ടായിക്കഴിഞ്ഞാലും എന്തെങ്കിലും ലഭിക്കാതെ പോകുന്നുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കും. ക്യാമ്പിൽ ആവശ്യമായ കാര്യങ്ങൾ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ക്യാമ്പിൽ നിന്നുള്ളത് ഒറ്റപ്പെട്ട പരാതികളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആകാശ് തരത്തിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആകാശ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പം ഈ സംഭവം ഉണ്ടായതിൻ്റെ ആദ്യ ദിവസം തന്നെ ഈ മന്ത്രിസഭ ഒന്നടങ്കം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ മന്ത്രിമാരും, മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ കാര്യം ഇതൊരു മനുഷ്യ നിർമ്മിത ദുരന്തമെന്നായിരുന്നു. പക്ഷെ പിന്നീട് ഇന്നലത്തോടുകൂടിയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോകുന്ന മന്ത്രിമാരെയൊക്കെയും നമ്മൾ കണ്ടിരുന്നു. അങ്ങനെയല്ല എന്നുള്ള കാര്യം വിശദമായി പരിശോധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അതിനെ മന്ത്രിമാർ നൽകുന്ന പ്രതിരോധം എന്ന് വെച്ചാൽ അതൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നതേ ഉള്ളൂ, അവർ പറയുന്നതേ വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. ഒരു തരത്തിൽ മന്ത്രിമാർ പറയുന്നത് കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യവും വരുന്നില്ല. കാരണം ഒരു ദുരന്തമുണ്ടായ ആദ്യ മണിക്കൂറുകളിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അപ്പോഴും മന്ത്രിമാരാകുമ്പോൾ അവർ ആധികാരികമായിട്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ പരിശോധിക്കണ്ടേ, പഠിക്കണ്ടേ, എന്നിട്ട് വേണ്ടേ പ്രതികരണം നടത്തേണ്ടത് എന്നുള്ള ചോദ്യങ്ങളും ഒരു ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ ഉയരാം. അപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യത്തോട് അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയോട് എങ്ങനെയാണ് മന്ത്രിയുടെ പ്രതിരോധം വന്നിരിക്കുന്നത്? നിലവിലെ സാഹചര്യം എന്താണ് ആകാശ്? ഗുഡ് മോർണിംഗ് ശൈലലക്ഷ്മി. സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്ഥലം സന്ദർശിക്കുകയും കൂടാതെ ദുരിത പ്രദേശങ്ങളിലെല്ലാം പോയി അവിടെ കൃത്യമായ വിലയിരുത്തൽ നടത്തി. അതിനുശേഷമാണ് ഈ മന്ത്രിമാർ പരസ്പര വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. കൂടാതെ തന്നെ മറ്റാളുകളിലേക്ക് ഈ പഴിവ് ചുമത്തിക്കൊണ്ട് മന്ത്രിമാർ രക്ഷപ്പെടുന്നു എന്നുൾപ്പെടെയുള്ള ഒരു ആരോപണം മുന്നോട്ട് വച്ചിരിക്കുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ റവന്യൂ മിനിസ്റ്ററായിട്ടുള്ള AP അനിൽകുമാർ തന്നെ ഈ വാദം തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. മന്ത്രിമാർ തമ്മിൽ യാതൊരു ഏകോപനക്കുറവുമില്ല, മന്ത്രിമാർ പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ പറയുന്നില്ല. ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിലും പ്രാഥമികമായിട്ട് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തുരങ്കപാത നിർമ്മാണത്തിനായിട്ട് മണ്ണ് കൂട്ടിവെച്ച സ്ഥലത്താണ് ഇടിവുണ്ടായത് അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായത് എന്ന് പറഞ്ഞത്. അത് പിന്നീട് കൃത്യമായി പരിശോധന നടത്തിയപ്പോൾ ഇതിൻ്റെ ഈ മൺതിട്ട കൂട്ടിയിട്ടതിൻ്റെ മുകളിലായിട്ടാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായത് എന്ന് മനസ്സിലാക്കി. ആദ്യം കിട്ടിയ മാധ്യമത്തിലൂടെയും അല്ലാതെയുമുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു കാര്യം മാധ്യമങ്ങളിലൂടെ പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നു. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ തിരച്ചിൽ പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന നൽകുന്നത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് ആലോചിക്കാം. നിലവിൽ വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടില്ല. അധികം വൈകാതെ തന്നെ വിദഗ്ധ സമിതി രൂപീകരിച്ച് കാര്യങ്ങൾ വിലയിരുത്തി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും കൂടുതൽ നടപടികളിലേക്ക്. ശരി, അപ്പം മന്ത്രിസഭയ്ക്കുള്ളിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്കുള്ള സർക്കാരിന്റെ മറുപടി.